നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലീല പണിക്കരായിരുന്നു നമ്മുടെ അതിഥി. കുറെ നല്ല വിശേഷങ്ങൾ, കുറെ മറ്റ് വിശേഷങ്ങളുമായിട്ട് ഇന്നും ലീല പണിക്കർ നമ്മളോടൊപ്പം തുടരുന്നു. ചേച്ചി, ഇന്നലത്തെ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളത് തുടരുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് കയറുകയാണ്. സവാരി ഗിരിഗിരി. നമ്മുടെ എല്ലാ ചോദ്യങ്ങളും ചിന്താമണി കൊലക്കേസ് എന്ന ചിത്രത്തിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം, കോളേജിൽ 9 പെൺകുട്ടികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എ മിർച്ചി ഗേൾസ്, ബി ചില്ലി ഗേൾസ്, സി റെഡ് ചില്ലീസ്. മിർച്ചി. മിർച്ചി. എ മിർച്ചി ഗേൾസ്. ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. ഒരു നാടകം നാളെ കളിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റിഹേഴ്സൽ അറ്റൻഡ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. നാളത്തെ ഇല്ല, വൈകുന്നേരത്തെ. ഓ അത് ശരി, നാളത്തെ ഉണ്ട്. വൈകുന്നേരത്തെ നാടകത്തിന്, അത് പ്രൊഫഷണൽ നാടകത്തിന്. രാവിലെ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ പിന്നെ കഥ പറഞ്ഞപ്പോഴത്തേക്കും വരാന്തയിൽ ഒരാളുണ്ട്. അപ്പോൾ എന്ത് പറ്റി? അനന്തപുരം രവി. അപ്പോൾ എന്ത് പറ്റി? ഒരു രക്ഷയില്ല, നിങ്ങൾ രക്ഷിച്ചേ പറ്റൂ, എൻ്റെ നായിക പോയി, ഇന്ന് വൈകുന്നേരം കാത്തിരുന്നാളിന് നാടകം കളിക്കണം. നമ്മൾ വൈകുന്നേരം ഒന്ന് കളിക്കാൻ രാവിലെ, നിങ്ങൾക്കത് പഠിക്കാൻ നോക്കും, വന്ന് ചെയ്തു തരണം. പോയി ചെയ്തു കൊടുത്തു. പിന്നെ കല്യാണം കഴിഞ്ഞ് 7ാമത്തെ ദിവസം രാവിലെ ഒരു കഥയിലൊരു തട്ട് ചെന്ന് തുറന്നു നോക്കിയ വേണുകുട്ടൻ നായർ. എടേ, ഞാൻ നിന്നെ ഒന്ന് ഉപദ്രവിക്കാൻ വന്നതാണ് എന്ന് ചേട്ടൻ അശ്വൻ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്തോന്ന്, അത് നാളെ കൃഷ്ണപിള്ള സാറിൻ്റെ കുടത്തിലെ വിളക്ക് നാടകം കളിക്കണം, അതിൽ മകളായിട്ടുള്ള വേഷം ഇവള് തന്നെ ചെയ്യണമെന്ന് ചേട്ടൻ നിർബന്ധം. തിയാറെങ്കിലും എന്നാൽ പിന്നെ ഒരു എവിടെയുണ്ട് ഗേൾസിൽ, അത് ആട്ടക്കുളകര സ്കൂളിൽ ഞാൻ കൊണ്ടുവന്നാക്കി വയ്ക്കാം. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നാടകത്തിൽ ഞാൻ വന്നത്. കാരണം മറ്റേ നാടകക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഏത് വേഷം, പിന്നെ ഇത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തൊട്ടഭിനയിക്കില്ല, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ പറയും. ഇത് തിയാറെങ്കിലൂടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ വിളിക്കണം, തിരിച്ചുകൊണ്ട് അത് എവിടെ പോയിരുന്നാലും പിന്നെ വിളിക്കാൻ ആൾ വരണം, തിരിച്ചു കൊണ്ടുവിടണം. കാറിൽ പോയി പിറ്റേ ദിവസം നാടകം കളിച്ചു. മറ്റേ അനന്തപുരത്തിൻ്റെ നാടകത്തിൽ രാവിലെ വന്ന് പറഞ്ഞ് വൈകുന്നേരം പോയി നാടകം കളിച്ചു. അത് അതൊക്കെ ഗുരുത്വം എന്ന് പറയണത്. എൻ്റെ സ്റ്റേജിൽ നമുക്കൊന്നും ചെയ്യാൻ നോക്കില്ല ശ്രീകുട്ട. മറ്റേ ഇപ്പം നമുക്ക് റീടേക്ക് ചെയ്യാതെ ഇതൊന്നും നോക്കൂലല്ലോ. സ്റ്റേജിൽ കയറി ഡയലോഗ് തെറ്റിക്കഴിഞ്ഞാൽ തീർന്നു. ഇപ്പം ഞാൻ ഒരു മണിക്കൂർ നീണ്ടിരിക്കുന്ന ഊർമിള എന്നുള്ളൊരു നാടകം, ഊർമിളയുടേത്, പിന്നെ സിംഗിളായിട്ട് ഞാൻ ഊർമിളയുടെ ചെയ്തു. 1 മണിക്കൂറായിരുന്നു. അപ്പോൾ അത് നാടകം കാണാനായിട്ട് പിന്നെ മതിച്ചേട്ടൻ വന്നിരുന്നു. എനിക്കൊരു ഉർവശി അവാർഡ്, വലിയൊരു അവാർഡ് കിട്ടുന്നതിനേക്കാളും ഭയങ്കരമായിരുന്നു. അന്ന് നാടകം കഴിഞ്ഞപ്പോഴത്തേ ഞെട്ടിച്ച് കളഞ്ഞു എന്നാണ് മതിച്ചേട്ടൻ്റെ പ്രിയ. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ചേച്ചിയുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു ഡയലോഗ് ഏതുണ്ട്? ഊർമിള മതിയാ. പഞ്ചവടിയിലെ ഗിരികൂടങ്ങൾ, വിടബികളുടെ നിബിഡച്ചായ മണ്ഡപങ്ങൾ, കുക്കുരുമി കുറുകുന്ന ക്രൗഞ്ചങ്ങൾ, പുൽത്തളിരിട്ട് ചാഞ്ചാടുന്ന മാൻകിടാങ്ങൾ. വനവാസം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിൽ വരച്ചെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ കാലൊടിഞ്ഞ ഒരു മാൻകിടാവിനെ എൻ്റെ ചേച്ചി എടുത്ത് വളർത്തി. ആശ്രമത്തിൽ വെച്ച് അവൾ ചേച്ചിയുടെ അരികിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറുകയില്ലായിരുന്നു. ആ മൃഗകിശോരത്തിൻ്റെ കഥകൾ പറയുമ്പോൾ എൻ്റെ സഹോദരി കരയുമായിരുന്നു. ആർത്തത്രാണ പരായണനായി നിന്തിരിപടി അവളെ വനത്തിലെങ്ങാനും കണ്ടോ? ഇത് നമ്മൾ വിചാരിക്കുന്ന ഈ നാടകം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സിമ്പിളായിട്ടുള്ള വേർഡാണ്. അപ്പൊ കാലത്ത് പഠിച്ചിട്ട് വൈകുന്നേരം അവതരിപ്പിക്കുക എന്ന് പറയുമ്പോ ഇത്രയും വലിയ കട്ടവാക്കും. ഇതെങ്ങനെ ഇത് CN നാടകം, CN ശ്രീകണ്ഠൻ അല്ലേ? എന്നാലും ഇത് ഓർത്ത് നിൽക്കണ്ട. ഇത് ഇപ്പോഴും ചെയ്യാൻ തയ്യാറാണ്. നാടകത്തിന് ചെയ്യാനായിട്ട് ആരെയും വിളിച്ചു കഴിഞ്ഞാൽ പോവും ചെയ്യും. സോ എ മിർച്ചി ഗേൾസ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം ഒരു വീഡിയോ ആണ്. ഹെഡ്ഫോൺ മുതൽ ഹെഡ്ഫോൺ വരെ എത്ര കട്ടുകൾ ആണുള്ളത്? ഹെഡ്ഫോൺ മുതൽ ഹെഡ്ഫോൺ വരെ എത്ര കട്ടുകളാണ് ഉള്ളത്? എ 12,
ബി 15, സി 11? ഒരു കടുത്ത ചോദ്യമാണ്. കടുത്ത ചോദ്യമാണ്. കട്ടുകളും ഇതൊക്കെ പറയാനായിട്ട്. എന്നാലും ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, റിപ്പീറ്റ്. സി 11 ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. സൗപർണിക നാടക സംഘം, അതിനകത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. ഒരുപാട്. എന്തായാലും രസകരമായിട്ടൊരു അനുഭവം എന്താണ്? ആദ്യം എൻട്രി ചെയ്ത അനുഭവം തന്നെ പറഞ്ഞു. അതായത് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ഒരു നാടകവും ഞങ്ങൾ വേറെ ഒരു ട്രാൻസ്പോർട്ടുകാരെ നാടകവും കൂടി വിക്രമനായ ട്രോഫിക്ക് മത്സരത്തിനുണ്ടായിരുന്നു. അത് രണ്ടും കഴിഞ്ഞ് സാറിൻ്റെ നാടകം ഇരാന്നൊരു നാടകം അത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപർണ നമ്മുടെ പപ്പൻ്റെ സിനിമ അതിന് ഡബ്ബിങ് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ ആ സമയത്ത് പ്രസാദ് സാർ അവിടെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, നരേന്ദ്രപ്രസാദിനെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ, ചേച്ചി ഇന്നലത്തെ വിക്രമനായ ട്രോഫി നാടകങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഞങ്ങളുടെ നാടകം കഴിഞ്ഞു. ഇന്നലെ ഒരു നാടകം ഞാൻ കണ്ടു, അതിൽ സ്റ്റേജിൽ നിന്ന് ഒരു നടിയെ എടുത്തുകൊണ്ട് പോകുന്നു. അതിൻ്റെ ആവശ്യം എന്തോന്നാണോ എന്തോ, അതിൻ്റെ ഡയറക്ടറെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പപ്പനെ അവിടെ ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ. അപ്പോൾ എന്തെന്ന് അപ്പോൾ എനിക്കറിഞ്ഞൂടാ, എന്നാൽ അത് പൊട്ടിയാണ്. എന്ത് സത്യം. പിന്നെ സ്റ്റേജിൽ നിന്ന് ചന്ദ്രികയാണ് അഭിനയിച്ച ആ കുട്ടീനെ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അല്ലാതെയും ചെയ്യാം, ഡയറക്ടറിൻ്റെ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കണമായിരുന്നു എന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഇതാണ് ഡയറക്ടർ. ഞാൻ പറഞ്ഞ അപ്പോൾ ഡയറക്ടറിന് നേരിട്ട് ചോദിക്കാം, എന്തിനായിരുന്നു സാറേ അത് ചെയ്തത്, അതല്ലാണ്ട് ആ സീൻ ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റൂലേ. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. കുറച്ച് അടുത്ത 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു സ്ക്രിപ്റ്റും കൊണ്ട് MK ഗോപാലകൃഷ്ണനും MR ഗോകുമാറും ഇദ്ദേഹം കൂടി എൻ്റെ വീട്ടിൽ വരുന്നു ശാസ്ത്രമേളത്തിൽ. ഇത് ഒരു നാടകം ഞാൻ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നാടകമാണ്, ഇത് ലീലാ പണിക്കർ തന്നെ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വായിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കിത് ചെയ്യാം. ഞാൻ അശ്വൻ പറഞ്ഞു എനിക്കിത് ചെയ്യാൻ നോക്കൂല, കാരണം വെൺമണിയും സൗപർണിയും കൂടിയുള്ളൊരു രംഗമുണ്ട്. യക്ഷിയാണ്. അപ്പോൾ യക്ഷി വന്നു, പിന്നെ വെൺമണിയാണെങ്കിൽ പൊട്ടൻ നമ്പൂരിയാണ്. അപ്പോൾ അവരുമായിട്ടുള്ള സംഗമവും അതിൽ പിന്നെ യക്ഷി പൂർണ്ണ പിന്നെ തൃപ്തിയാവുന്നതും ഒക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന അശ്വട്ടെ എന്നെ കൊണ്ട് ചെയ്യാൻ നോക്കൂല, അതുകൊണ്ട് അശ്വൻ ഇത് കൊണ്ട് കൊടുത്തേരാന്ന് പറഞ്ഞു. പറഞ്ഞു അത് മര്യാദയില്ല, അങ്ങനെ കോളേജ് പ്രൊഫസറാണ്, ഇവിടെ വന്ന് നിൻ്റെ അടുത്ത് തന്ന സ്ക്രിപ്റ്റാണ്, നമുക്ക് 2 പേർക്കും കൂടി പോകാം, നീ കാര്യം പറഞ്ഞു കൊടുക്കുക, വളരെ സൗമ്യത്തിലെ കാര്യങ്ങൾ പറയാവൂ, എടുത്തുചാടരുന്നൊക്കെ പറഞ്ഞ് എനിക്ക് ട്യൂഷനൊക്കെ തന്നു കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കൊണ്ട് മറ്റുള്ളവരായിട്ട് ചവിട്ടി തിരുമുകയാണ്. അതിനകത്ത് സകല ആർട്ടിസ്റ്റിനെയും ആർട്ടിസ്റ്റാക്കി അദ്ദേഹം തന്നെയാണ്, പറയാതിരിക്കാൻ പോകില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ബാക്കിയുള്ളവരെ റിഹേഴ്സൽ ചെയ്യണം. ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് സാറേ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അതെന്ത് പറ്റി? ഞാൻ പറഞ്ഞു അതിൽ ആ രംഗം സാറിനറിയാം, ഞാൻ അങ്ങനെയുള്ളതൊന്നും അഭിനയിക്കാറില്ല, എന്നെക്കൊണ്ട് പറ്റൂല. പിന്നെ ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് ഞാൻ കണ്ടതാണല്ലോ, അതുകൊണ്ട് പറ്റൂല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആഹാ ഒരു 10 മിനിറ്റ് നിൽക്കാമോ? നമ്മൾ നിൽക്കാം. അപ്പോൾ MK MR ഗോകുമാർ സൗപർണികയായിട്ട് ഡ്യൂപ്പ് ഇട്ടിട്ട് MK ആയിട്ട് ആ സീൻ എടുത്ത് കാണിച്ചു. അപ്പോൾ വെൺമണി നമ്പൂരി കിടക്കുന്നു, സൗപർണിക വരുന്നു, തലയിൽ കൂടി ഇങ്ങനെ തടയി കൊണ്ടുവരുന്നു, പിന്നെ നെഞ്ചത്ത് ഇങ്ങനെ തടകുന്നു. ഞാൻ പറ്റൂല, എന്ത് ചെയ്യാം? ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആ കയ്യിലൊന്ന് തട്ടാം മതി. അപ്പം ഞാൻ ബാക്കിയുള്ളതോ പറയാം. ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഡാൻസ് അറിയാമല്ലോ ലീലാ പണിക്കർ. ഞാൻ അറിയാം. 2 വിളക്ക് വെൺമണിയും ആയിട്ട് 2 വിളക്കുകൾ കൊണ്ട് ചില ഡാൻസ് മൂവ്മെൻറ്റ്സ് ചെയ്തിട്ട് അവസാനം ഇത് വിളക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നു, 2 തിരുനാളം കൂടി ഒന്നിച്ച് കത്തുന്നു. അതാണ് അവരുടെ സംയോഗം കാണിക്കുന്നത്. അത്രയും ചെയ്യാമോ? ഞാൻ അത് ചെയ്യാം. അങ്ങനെയാണ് ചെയ്തത്. ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു ആ സീനിന്. സി 11 ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. എന്നത് ശരിയായി. അതാണ്. സവാരി ഗിരിഗിരിയിൽ 3ാമത്തെ ചോദ്യം. ചിന്താമണിയുടെ തറവാടിന്റെ പേര് എന്താണ്? എ മണിമംഗലത്ത് വാര്യം, ബി ചെമ്പക വാര്യം, സി മുല്ലമംഗലം. ചെമ്പക വാര്യം ആണോ? ഉറപ്പാണോ? ഉറപ്പാ. ചെമ്പക വാര്യം ഞാൻ എടുത്ത് വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ചേച്ചി സീരിയൽ രംഗത്ത് നിന്ന് ഒഴിവാക്കിയ ഒരു അനുഭവം ഉണ്ടല്ലോ, അതെന്താണ്?
അത് ഞാൻ സാധാരണ റിമൻഡേഷൻ പറയാറില്ല. എന്നെ വിളിച്ചത് രാത്രി വിളിച്ചിട്ട് രാവിലെ ഫ്രീ ആണോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, രാത്രി വിളിച്ചിട്ട് രാവിലത്തെ ഷൂട്ടിങ് വരാനായിട്ട് സോറി എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ അങ്ങനെയല്ലേ ചേച്ചി, അങ്ങനത്തെ ഞാൻ ആരെങ്കിലും കിട്ടാതെ വരുമ്പോഴേ വിളിക്കുന്നതല്ലേ ഇത്, എനിക്ക് വേണ്ട. അല്ല അത് അങ്ങനത്തെ റോളല്ല. പിന്നെ അതിൻ്റെ ഡയറക്ടർ അന്ന് അപ്പോഴും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു നല്ല വേഷമാണ് ചേച്ചിക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് മറ്റാണ് മറിച്ചാന്ന് പറഞ്ഞു. ശരി, അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു നാളെയും മറ്റന്നാളും വരാൻ പറ്റില്ല എനിക്ക്, അത് ചേച്ചിക്ക് സൗകര്യമുള്ള ദിവസം പറ. അപ്പോൾ അത് ദിവസം പറഞ്ഞു അന്ന് വന്നാൽ മതി, ഇനി ബാക്കി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അയാൾ സംസാരിച്ചു. അയാൾ നല്ലൊരു മനുഷ്യൻ, നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നതാണ്. ഞാൻ ആരും അങ്ങനെ മുഖം വീർപ്പിക്കാറില്ല. അപ്പോൾ അയാൾ എൻ്റെ അടുത്തൊരു എമൗണ്ട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അത് പറ്റൂല, ഒന്നാമത് ഇത്രയും ലേറ്റായിട്ട് വിളിച്ചതിൻ്റെ ഒരു ഇത്, പിന്നെ ഈ കോവിഡിൻ്റെ പേടി എല്ലാം കൂടി ഞാൻ അത് പറ്റൂല, എനിക്ക് ഇത്രയും വേണം എന്ന് പറഞ്ഞു. ശരി ചേച്ചി സമ്മതിച്ചു. വർക്ക് ചെയ്തതിന് സെറ്റിൽമെൻറ്റ് വന്നപ്പോഴത്തേക്ക് എമൗണ്ട് കുറവ്. ഇയാൾ ആദ്യം എൻ്റെ അടുത്ത് ഓഫർ ചെയ്ത് എമൗണ്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിളിച്ചു അതെന്തിങ്ങനെ, ചേച്ചി അന്ന് അങ്ങനെ സമ്മതിച്ചു. ഞാൻ നോക്ക്, എനിക്ക് കള്ളം പറയാൻ ഇഷ്ടമല്ല. കള്ളം പറയില്ല വെച്ചാൽ കള്ളം പറയും, വേറൊരാളുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് അത്രത്തോളം ഒരു ഇത് വേണ്ട. അങ്ങനെ ഒരു അത്യാവശ്യ സമയത്ത് കള്ളം പറയാത്തൊരാരുമില്ല, അതുകൊണ്ട് കള്ളം പറയില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. പക്ഷേ ഇങ്ങനെയുള്ള നിസ്സാര സംഗതി ഞാൻ കള്ളം പറയാറില്ല, പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിൽ. അത് ഡയറക്ടറായിട്ട് സംസാരിക്കും. ഞാൻ സംസാരിക്കാൻ ഡയറക്ടറടുത്ത് സംസാരിച്ചു. അപ്പോൾ അത് ഞാൻ ആരാണെന്ന് അറിയാം, ഞാൻ അറിയാം, നിങ്ങളാണെന്ന് ഞാനാണെന്ന് അറിയാം, നമുക്ക് രണ്ടും നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് പിന്നെ ഇതാണ് സംഭവിച്ചത്. ഇയാളെൻ്റെ അടുത്ത് അത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ഞാൻ കള്ളം പറയേണ്ട ആവശ്യമില്ല, ഇതാണ് സംഭവം എന്ന്. ശരി എങ്ങനെയാണെങ്കിൽ വാങ്ങിച്ചോളൂ, പിന്നെ വാങ്ങിച്ചോളൂ എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് വാങ്ങിക്കില്ല എന്നുള്ള ധ്വനി അതിൻ്റെ പുറകെ. എനിക്കറിയാം സീരിയലിനാകുമ്പോൾ ഇപ്പോൾ എവിടെയും കട്ട് ചെയ്ത് കളയാലോ, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബി ചെമ്പകവാര്യം ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ നാലാമത്തെ ചോദ്യം, ദ ഫൈനൽ ക്വസ്റ്റ്യൻ. ഒരു വീഡിയോ കാണാം. ചിന്താമണിക്ക് നീതി നേടിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അറിഞ്ഞു. ഒന്നേ പറയാനുള്ളൂ, നീതിയുടെ പഠനാകരുത്, അതാണ് ശരി. നല്ലതേ വരൂ. ചോദ്യം, രംഗത്തിൽ അവ്യക്തമായി കേട്ട ഭാഗത്ത് വീരമണി മാഷ് പറയുന്ന വാചകം എന്താണ്? എ ആരാധകനാകണം, ബി രക്ഷകനാകണം, സി സത്യസന്ധനാകണം. ഓർമ്മയുണ്ടോ? ആരാധകനാകണമെന്നാണെന്ന് തോന്നുന്നു. എ ആരാധകനാകണം. ഞാൻ എടുത്തു വെച്ച് പൂട്ടി, അവിടെ ഇരിക്കട്ടെ. ദിലേൻ ചേട്ടനുമായിട്ട് നാടകം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. റേഡിയോ നാടകം ചെയ്തിട്ടുണ്ട്. ദിലേൻ ചേട്ടനായിട്ട് ഒരു സിനിമ വന്നതാണ് എനിക്ക്. അപ്പൊ അതില് ഒരു റേപ്പ് സീൻ വരും. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിൽ ആരാ അഭിനയിക്കണം? അത് ദിലേൻ ചേട്ടൻ. ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തിലേൻ ചേട്ടനെ കണ്ട് തിലേൻ ചേട്ടൻ ഈ പെണ്ണ് എവിടെ ഇരിക്കേണ്ടാണെന്ന് അറിയാമോ അശോകൻ എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞ് ഒരു ചാൻസ് ഞാൻ കളഞ്ഞത് ചേട്ടന് വേണ്ടിയിട്ടാണ്, ചേട്ടൻ്റെ കാരനാണെന്ന് പറഞ്ഞു. അതെന്തോന്നു? ഞാൻ പറഞ്ഞു ഇത് അതിൽ ആ റേപ്പ് ഇന്ന പടത്തിൽ അതിലൊരു റേപ്പ് സീനില്ലേ, അത് ആ ക്യാരക്ടർ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞാണ്. ചായക്കടക്കാരിയായിട്ട് മലയോരത്തുള്ള അത് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ പിന്നെ ആ റേപ്പ് സീനിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനാണെന്ന് പറഞ്ഞു. നേരത്തെ ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂല. അത് നീ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിലേ ഇത്രയേ ഒക്കുള്ളൂ അത്രയേ ഒക്കുള്ളൂ എന്ന് പറയാം. ചേട്ടൻ്റെ അടുത്ത് ഒന്നുകൊണ്ട് അതിന് ഒക്കു ചേട്ടാന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു പോയി കിടന്നെന്ന് പറഞ്ഞ് ചേട്ടൻ ചീത്ത പറയും. അതുകൊണ്ട് വേണ്ടാന്ന്. ഇപ്പോഴേ പോലെ ഒരു പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ പെരുമാറണം. നീ ഇങ്ങനെ ആയിപ്പോഴേ. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയായിരുന്നു, ചേട്ടനായിട്ടുള്ള സൗഹൃദം മതിയെന്ന് വിചാരിച്ചു. ശരി, എന്നാൽ ഒരു ചോദ്യം ഒരു ഉത്തരം, ഷോർട്ടായിട്ടൊരു ഉത്തരം. തിലക ചേട്ടനെ പറ്റി ചോദിച്ചല്ലോ. ഹസ്ബൻഡ് അശോകൻ ചേട്ടനല്ല എന്നെ കല്യാണം കഴിച്ചിരുന്നതെങ്കിൽ ഞാൻ ലീല പണിക്കർ എന്നുള്ള പേരിൽ മാത്രമല്ല, സർനെയിം എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റേ ഉണ്ടാവില്ലായിരുന്നു. പത്മരാജൻ ചേട്ടൻ ഞാൻ ഡബ്ബിങ്ങിന് ഞാൻ റേറ്റ് പറഞ്ഞു പോയിട്ടില്ലായിരുന്നു. പത്മരാജൻ ചേട്ടൻ്റെ എല്ലാം ഒരുപാട് പടത്തിൽ ഞാൻ പിന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. അവസാനം പറഞ്ഞ് ലീല റിമുനറേഷൻ പറയുമ്പോൾ 5 അക്കത്തിൽ പറഞ്ഞ് പറയരുത്. ആദ്യം പൈസ തന്നതും അദ്ദേഹമാണ്. എനിക്ക് റേറ്റ് ഞാൻ അതങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ബിച്ചു തിരുമല
ബിച്ചു തിരുമല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രദറിനെ പോലെയായിരുന്നു. വീട്ടിൽ വന്നിരുന്ന് പാട്ടുകൾ ഇഷ്ടം പോലെ പാടും. എൻ്റെ ഡാൻസിന് പാട്ടിന് ആളില്ലാതെ ബിച്ചു തിരുമലയും സഹോദരി സുശീൽ ചേച്ചി രണ്ടുപേരും ബിച്ചു ചേട്ടനും സുശീൽ ചേച്ചി കൊണ്ട് പാടി തന്നിട്ടുണ്ട്. വേണു നാഗവള്ളി എപ്പോഴും ആ ഒരു ചിരിച്ച മുഖവും അങ്ങനെ ആ ഒരു രീതിയുള്ളൂ. വേറെ യാതൊരു ഇതുമില്ല. എപ്പോഴും സൗഹൃദം. ശരി. ജഗതി NK ആചാര്യ. ഞങ്ങൾ രണ്ടുപേരും ഒരു നാടകത്തിൽ അഭിനയിച്ചു. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നു. എൻ്റെ കാമുകനായിട്ട് അഭിനയിക്കുന്ന ശശാങ്കൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹം വരുന്നു, മാറുവേഷത്തിൽ വരികയാണ്. വന്നിട്ട് പേര് മാറ്റി പറയുന്നു. അതായത് ഞാൻ ഇവിടുന്ന് വരുന്ന സർവേ ഓഫീസറാണ്. എൻ്റെ അപ്പോൾ നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ബാലഗോപാലൻ. ഓ ബാലഗോപാലൻ, നമ്മുടെ ഈ ലീലാ പണിക്കർ എന്നൊക്കെ പറയുന്ന പോലെ. BJT ഹാളിൽ വെച്ച് നാടകം സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നു. എനിക്ക് ചിരിക്കാനൊക്കില്ല. ഓഡിയൻസ് മുഴുവൻ ഭയങ്കര ചിരി. ഞാൻ അവിടെ നിന്ന് വേർത്ത് ശരിയായിപ്പോയി. അങ്ങനെ ഒരു അനുഭവം. ശരി. മകൻ ജഗതി ശ്രീകുമാർ. ദൈവമേ, എൻ്റെ ഒരു മുറച്ചെറുക്കൻ അങ്കിളുടെ ജഗതി അങ്കിളുടെ നാടകം തന്നെ അവന്. അപ്പോൾ എൻ്റെ പിന്നെ മുറച്ചെറുക്കനാണ്, കാമുകനാണ് മുറച്ചെറുക്കൻ. അപ്പോൾ ഓടി വന്ന് ഇങ്ങനെ പിടിക്കാൻ വരും. അപ്പോൾ അങ്ങനെ മാറിപ്പോണം. അപ്പോൾ വേറൊരാൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്തൊക്കെ ഇങ്ങനെ കണ്ണ് കാഴ്ചയായിട്ട് അവിടെ നിൽക്കും. അമ്പിളി വന്നപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. അമ്പിളി എന്നെ വന്ന് പിടിക്കരുത്, ഇപ്പൊ നോക്കിക്കോ പക്ഷെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. വളരെ അടുത്ത ബന്ധം. വളരെ അടുത്ത്. അമ്പിളി തന്നെ ചേട്ടന് സുഖമില്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. സോ പ്രേം നസീർ സാർ. അത് ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് താളം മനസ്സിൻ്റെ താളം, അതിൽ ജൽജയ്ക്ക് വേണ്ടി ഡബ് ചെയ്യുന്നത്. അപ്പോൾ ജൽജയും നസീർ സാറും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ. അത് ഡബ് ചെയ്യാൻ വരുന്നു. അന്ന് സാറ് വരുന്നുണ്ട്. അപ്പോൾ ദാസേട്ടൻ വിളിച്ച് പറഞ്ഞു, ഇന്ന് നസീർ സാറ് വരുന്നുണ്ട്, 45 മിനിറ്റേ സമയമുള്ളൂ അദ്ദേഹത്തിന്, ഒറ്റ നിലയ്ക്ക് നിന്ന് കംപ്ലീറ്റ് പറയും. അതാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ പേടിച്ച് തന്നു. പക്ഷെ കറക്റ്റായിട്ടൊന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ട് എൻ്റെ തൊഴിൽ തട്ടിയിട്ട് കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞു ഈ പച്ചൻ്റെ മോളാണല്ലേ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര അനുഭവമായിരുന്നു. തിക്കുറിശി സാർ. തിക്കുറിശി ഞങ്ങൾ കഥകളൊക്കെ പറയുമല്ലോ. ഒരിക്കൽ സ്റ്റുഡിയോയ്ക്കകത്ത് എന്തോന്നോ ഒരു കഥയും പറഞ്ഞുകൊണ്ട് വന്നു പെട്ടെന്ന് തന്നെ ഇവിടെ നിപ്പുണ്ടായിരുന്ന ഇവിടെ ഈ കഥ പറയാൻ. തിക്കുറിശിന്റെ കഥയെല്ലാം വേറെ ഇവിടെ നിൽക്കുമ്പോ കഥ പറയാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട്. മധു സാർ. അയ്യോ, മധുചേട്ടനാണ് നാടകത്തിൽ ആദ്യമായിട്ട്. മധുചേട്ടനാണ് എൻ്റെ നായകൻ. മധുചേട്ടൻ എന്ത് പറഞ്ഞാലും മതിയാവും. ആ ശരീരത്തിൻ്റെ വലിപ്പം പോലെ അത്രയും വലിയൊരു മനസ്സിനോട്. മറ്റൊരാൾ ഷൂട്ടിങ്. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് അപ്പുറത്തെ സീമയും ഉർവശിയും കൂടിയൊക്കെ ബഹളം. അപ്പം ഞാൻ ഇപ്പുറത്തൊന്നൊരു കട്ടിലുണ്ട്, അവിടെ കയറി കിടന്ന് ഞാൻ ഒന്ന് മയങ്ങി. കണ്ണു തുറന്നപ്പോൾ കാൽക്കഴിയിരിക്കുന്ന അയ്യോ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം ഞാനോട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് ഇദ്ദേഹത്തിൻ്റെ CA. അപ്പം അനിയത്തിൻ്റെ അങ്ങനെ മരിച്ചുപോയി. മകളുടെ കല്യാണത്തിന് വിളിച്ചു. അപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ലീലാ പണിക്കരാണ്, പിന്നെ അങ്ങനെ സുകുമാരൻ്റെ മകൾ ഒന്ന് കല്യാണത്തിന് വിളിക്കാൻ. നമ്മൾ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ, അത് ഓർമ്മയില്ല. ഇങ്ങോട്ട് ചോദിച്ചു. അന്തം വിട്ടു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയും രാധയെ പെണ്ണ് കാണാൻ വരുന്നതിന് പിന്നെ രാധയെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ വിട്ടത് ഞാൻ കാറിലാ കൊണ്ടുവിട്ട. അങ്ങനെ ഒരു ബന്ധം കൊണ്ടുണ്ട്. ശരി, ഒരാളെ കുറിച്ച് ചോദിച്ചില്ലേ ശരിയല്ലല്ലോ. MG രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ടൈപ്പാണ്. എടീന്നേ വിളിക്കുള്ളൂ. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് എനിക്കൊരു പാട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു നൃത്ത നാടകം ചെയ്യണം എന്ന് പെരുമ്പഴ ഗോപാലകൃഷ്ണൻ സാർ എഴുതി തരാമെന്ന് പറഞ്ഞു. ആര് ട്യൂൺ ചെയ്യാൻ പോകണോ? ഞാൻ പറഞ്ഞു ആര് ചെയ്യും, ഞാൻ ചെയ്യാടിയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഒറ്റ പൈസയും വാങ്ങിച്ചിട്ടില്ല, ഒരു എഗ്രിമെൻ്റ് ഒന്നുമില്ല. അത് എന്താണ് അതൊരു ബിസിനസ്സാണ്. ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ആ രീതിയിൽ ഭയങ്കര കാര്യമാണ്. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അല്ലേ? എന്തായാലും ആരാധകനാകണം. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സോ ദ ലാസ്റ്റ് സെഗ്മെന്റ്, രാജമാണിക്യം. ഒരു ചോദ്യം, നോ ഓപ്ഷൻസ്, 10 സെക്കൻഡ്. റെഡി? അയ്യോ. ചോദ്യം: അപമൃത്യു സംഭവിച്ച ചിന്താമണിക്ക് എന്ത് ശ്രാദ്ധകർമ്മം നടത്തണമെന്നാണ് അഡ്വക്കേറ്റ് ലാൽ കൃഷ്ണൻകുട്ടി വാര്യരോട് പറയുന്നത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അപമൃത്യു സംഭവിച്ച ചിന്താമണിക്ക് എന്ത് ശ്രാദ്ധകർമ്മം നടത്തണം? തിലോദകം എന്നൊക്കെ പറഞ്ഞ അതല്ലേ? തിലോദകം പറഞ്ഞിരിക്കുന്നത് തിലോദകം അല്ലേ?
ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. സോ ലീല ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇത്രയും വിലയേറിയ സമയം നമ്മുടെ പറയാം നേടാം എന്ന അമൃത ഡേ ഷോയിൽ വന്നതിനും കുറേ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാനും പങ്കുവയ്ക്കാനും ഉള്ള അവസരം നമുക്ക് എല്ലാവർക്കും ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഒരു കാര്യം തുറന്നു പറയാം, ലീല ചേച്ചി ഒരു പുലിയാണ്. ഇങ്ങനെയൊരു പരിപാടി അതിൽ ശ്രീകുട്ടൻ്റെ കൂടെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി അതൊന്നും കുറേ കൂടി പരിചയമുള്ളത് കൊണ്ടായിരിക്കും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്ന ആ ഒരു സുഖം ഉണ്ടായിരുന്നു. വലിയ സന്തോഷം. എന്തായാലും വളരെ നല്ലൊരു എപ്പിസോഡായിട്ട് മാറി എന്നതിൽ അത്യധികം സന്തോഷം എനിക്കുണ്ട്, പ്രേക്ഷകർക്കും. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ആദ്യം അഭിനയിച്ചത് മതിലുകൾ എന്ന് പറയുന്ന സിനിമയാണ്. അടൂർ. ഈ ആൺ ജയിലിനും പെൺ ജയിലിനും ഇടയ്ക്ക് ഒരു മതിലുണ്ടായിരുന്നു. ആ മതിലിൽ അവരൊരു തുള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് മമ്മൂട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രം. ഇത്രയും പറയേണ്ടി വന്നു. ആ കഥാപാത്രം ഏതെന്ന് പറയാം. അത്ര 4 വർഷമായില്ലേ ഞാൻ ഒരു സിനിമ എടുക്കാന്നൊക്കെ വിചാരിക്കുന്നു എന്ന് പറയും. ശരി, അപ്പൊ ഞാൻ പഴയതുപോലെ ഏതെങ്കിലും മറ്റേ മതിലുകളിലെ ഇത് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. ഒക്ടോബർ 24-ാം തീയതിയാണ് കല്യാണം. അതിന് 2 ആഴ്ചക്ക് മുമ്പേ എൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ഓൾ കേരള ടൂർ അയച്ചു. അപ്പോഴത്തേക്ക് ചെറിയൊരു പനി. ശരീരത്തിൽ എവിടെയെങ്കിലും ഈ കുരു പോലെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞു. അതിനകത്തില്ല. ചിക്കൻ ബോക്സ്